നമസ്കാരം. രണ്ടാം പിണറായി സർക്കാർ സ്ഥാനമൊഴിയുന്നതിന് മുമ്പ് വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി നടത്തിയ വലിയ ഒരു അനധികൃത നിയമനത്തിൻ്റെ കഥയാണ് പറയാൻ പോകുന്നത്. തങ്ങൾക്ക് വേണ്ടപ്പെട്ട ആൾക്കാരെ ഭരണത്തിൻ്റെ എല്ലാ മേഖലയിലും സ്വാധീനം ഉപയോഗിച്ച് തിരികെ കയറ്റിയാണ് പിണറായിയുടെ രണ്ട് സർക്കാരും മുന്നോട്ട് പോയത്. പിൻവാതിൽ നിയമനങ്ങൾ പോലീസിൽ വരെ അരങ്ങേറിയ ഒരു കാലഘട്ടമാണ് കഴിഞ്ഞത്. 2 ബോഡി ബിൽഡർമാരെ പോലീസിലേക്ക് വഴിവിട്ട് നിയമിച്ചത് നമ്മൾ മറക്കാൻ പാടില്ല. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അട്ടിമറി ഗവൺമെൻറ് കോളേജുകളിൽ പ്രിൻസിപ്പൽമാരായി വേണ്ടത്ര യോഗ്യതയില്ലാത്തവരെ നിയമിച്ചു എന്നുള്ളതാണ്. ഇതിനുവേണ്ടി കോടതി ഉത്തരവും നിലവിലുള്ള UGC നിയമവും ചട്ടവും എല്ലാം മറികടന്നു എന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. കാരണം CPMൻ്റെ വിടുപണി ചെയ്യുന്ന CPMൻ്റെ അധ്യാപക സംഘടനകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന മതിയായ യോഗ്യതയില്ലാത്ത ആളെ ഗവൺമെൻറ് കോളേജുകളുടെ പ്രിൻസിപ്പൽമാരായി നിയമിച്ചിരിക്കുന്നു. ഈ പ്രിൻസിപ്പൽ നിയമനത്തിൽ വൻ അഴിമതി നടന്നതിനെതിരെ, ക്രമക്കേട് നടന്നതിനെതിരെ കോടതിയെ സമീപിച്ച അധ്യാപകരെ പകപോക്കി പീഡിപ്പിക്കുന്നു തുടങ്ങിയ വസ്തുതകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. CPMന് വേണ്ടപ്പെട്ടവരെ ഗവൺമെൻറ് കോളേജുകളിൽ പ്രിൻസിപ്പലിനായി നിയമിക്കുന്നതിന് വേണ്ടി നടത്തിയ അട്ടിമറിയാണ്. ഏറ്റവും വമ്പനൊരു അട്ടിമറി തന്നെയാണ് ഇത്. ഇതിൻ്റെ വിവരങ്ങൾ മറുനാടൻ ലഭിച്ചു. അതാണ് യോഗ്യതയില്ലെന്ന് കണ്ടെത്തിയവരെ ഇൻ്റർവ്യൂവിൻ്റെ മാർക്കിൻ്റെ മാത്രം അടിസ്ഥാനത്തിൽ പ്രിൻസിപ്പൽമാരായി സ്ഥാനക്കയറ്റം നൽകി രായ്ക്ക് രാമാനം നിയമിക്കുകയായിരുന്നു. നമ്മുടെ വളരെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇത് സംബന്ധിച്ച് പുറത്തു വരുന്നത്. അതായത് ഒരു പാതിരാത്രിയിൽ പ്രിൻസിപ്പൽമാരുടെ ലിസ്റ്റ് പുറത്തുവിടുന്നു. പിറ്റേന്ന് രാവിലെ 7 മണിയോടെ ഇവർക്ക് നിയമനം നൽകുന്നു. കാരണം എന്താണ്? ഇവരെല്ലാം ചാർജ് എടുക്കുന്നു. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരും ഇതിന് പുറമെ കോടതിയെ സമീപിച്ച് സ്റ്റേ വാങ്ങാൻ പാടില്ല. UGC ചട്ടം കാറ്റിൽ പറത്തി നടത്തിയ നിയമനം ഏറെ വിവാദങ്ങൾക്കും വഴിവെച്ചിട്ടുണ്ട്. ഇടതുപക്ഷ അനുകൂല കോളേജ് അധ്യാപക സംഘടനയായ AKGCTയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദുവും ഇക്കാര്യത്തിൽ വഴിവിട്ട ഇടപെടൽ നടത്തിയെന്ന ആരോപണമാണ് പുറത്തു വരുന്നത്. ഇത് ആരോപണം മാത്രമല്ല, ഏറെക്കുറെ ശരിയായ ഒരു കാര്യമാണെന്നാണ് രേഖകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകുക. കഴിഞ്ഞ 7 വർഷമായി ഗവൺമെൻറ് കോളേജുകളിൽ പ്രിൻസിപ്പൽ നിയമനം അനിശ്ചിതത്വത്തിലായിരുന്നു. 2.5 വർഷം മുമ്പ് 36 കോളേജുകളിൽ പ്രിൻസിപ്പൽമാരെ നിയോഗിച്ചെങ്കിലും വേണ്ട ആനുകൂല്യങ്ങൾ കൊടുത്ത് സ്ഥിരപ്പെടുത്താൻ സർക്കാർ തയ്യാറായിരുന്നില്ല. മിക്കവരുകാരനും AKGCTക്കും വേണ്ടപ്പെട്ടവർ അല്ലാതിരുന്നതാണ് ഇതിന് കാരണം. ഭരണ അനുകൂല സംഘടനയിൽപ്പെട്ട അധ്യാപകർ പ്രമോഷൻ ലിസ്റ്റിൽ ഉൾപ്പെടാതെ വന്നതും മറ്റൊരു കാരണമായി. എന്ത് വില കൊടുത്തും തങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെ ഈ പ്രിൻസിപ്പൽ ലിസ്റ്റിൽ തിരികെ കയറ്റുക എന്ന ലക്ഷ്യമാണ് ഇവർ നടത്തിയത്. ഇതിനുവേണ്ടി സർക്കാരും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസും അടക്കം ഇടപെട്ടു എന്നുള്ള ആരോപണം നിലനിൽക്കുകയാണ്. 2023 നടന്ന പ്രിൻസിപ്പൽ നിയമനം 2022 ഇതിനുള്ള പട്ടിക തയ്യാറാക്കിയത്. 44 പേരാണ് ഈ പട്ടികയിൽ ഉണ്ടായിരുന്നത്. ഏറ്റവും യോഗ്യരായവരാണ് ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടത്. അന്ന് കോളേജിയറ്റ് ഡയറക്ടറായിരുന്ന വിഘ്നേശ്വരിയുടെ കൃത്യമായ മേൽനോട്ടത്തിലാണ് ഈ ലിസ്റ്റ് ഇറങ്ങിയത്. ഇന്ന് ഈ ലിസ്റ്റ് നിലവിൽ വന്നതിന് പിന്നാലെ ഭരണപക്ഷത്തു നിന്നും എതിർപ്പുകൾ ഉയർന്നു. കാരണം ഭരണപക്ഷത്ത് അവർക്ക് വേണ്ടപ്പെട്ട AKGCTക്ക് വേണ്ടപ്പെട്ട ആൾക്കാർ ഈ ലിസ്റ്റിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിൻ്റെ മാനദണ്ഡം, ഈ ലിസ്റ്റിൽ വരേണ്ട മാനദണ്ഡം കുറഞ്ഞത് 10 ഗവേഷണ പേപ്പറുകൾ അവതരിപ്പിച്ചിരിക്കണം. അത് കേരളത്തിലെ കോളേജ് മാസികകളിൽ പോരാ, UGC നിർദ്ദേശിക്കുന്ന രീതിയിലുള്ള ജേർണലുകളിൽ പ്രസിദ്ധീകരിച്ച 10 ഗവേഷണ പേപ്പറുകൾ, ഗവേഷണ സ്കോർ 110 എന്നിവയാണ് പ്രിൻസിപ്പലിനുള്ള മാനദണ്ഡം. ഈ യോഗ്യത നേടാൻ ഇടത് അധ്യാപക സംഘടനയുള്ളവർക്ക് കഴിഞ്ഞിരുന്നില്ല. ഇതോടെ ഗവൺമെൻറ്റിൻ്റെ കൂടി ഒത്താശയോടെ നിരവധി ഹർജികൾ കോടതികളിൽ സമർപ്പിക്കപ്പെട്ടു. 2022 ജൂണിൽ പ്രിൻസിപ്പൽ നിയമനത്തിലുള്ള ലിസ്റ്റ് തയ്യാറായെങ്കിലും അത് പ്രസിദ്ധീകരിച്ചില്ല. പ്രിൻസിപ്പൽ നിയമനത്തിലുള്ള ഇൻ്റർവ്യൂ നടന്നാൽ അന്ന് വൈകിട്ട് തന്നെ ലിസ്റ്റ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണമെന്നാണ് UGCയുടെ ചട്ടം പറയുന്നത്. എന്നാൽ ഇടതുപക്ഷ അധ്യാപക സംഘടനയുടെ എതിർപ്പ് കാരണം ഈ ലിസ്റ്റ് ഇറങ്ങിയില്ലെന്നും മാത്രമല്ല, ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ഡോക്ടർ R ബിന്ദു ഈ ലിസ്റ്റ് കൈക്കലാക്കി എടുത്തുകൊണ്ട് പോയി എന്നും ഒരു പരാതി ഉയരുന്നുണ്ട്. അവർ അന്യായമായി പ്രിൻസിപ്പൽ നിയമനത്തിൽ ഇടപെടാൻ ശ്രമിച്ചു എന്ന ആക്ഷേപവും ഉയർന്നു വന്നു. ഈ പ്രിൻസിപ്പൽ ലിസ്റ്റിൽ ഉൾപ്പെട്ട 44 പേര് മാത്രമല്ല, ഇതിന് പുറത്തു പോയ പലരും ഈ പ്രിൻസിപ്പലാകാൻ യോഗ്യരാണെന്നായിരുന്നു ഇടത് അധ്യാപക സംഘടനയുടെ വാദം. അതിന് പ്രകാരം പ്രിൻസിപ്പൽ നിയമനത്തിന് അപേക്ഷിച്ചിരുന്ന 110 പേരുടെയും സകല ഡോക്യുമെൻറ്റുകളും ഗവേഷണ പേപ്പറുകളും വീണ്ടും പരിശോധിച്ചു. അത് ഓർക്കണം, ഇവരുടെ നിർദ്ദേശപ്രകാരമാണ്. അധ്യാപക സംഘടന വാശി പിടിച്ചു, ഞങ്ങളുടെ ആൾക്കാർ ഈ ലിസ്റ്റിൽ വന്നിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾ ഈ 110 പേരുടെ വീണ്ടും പരിശോധിക്കണം. അപ്പോൾ വീണ്ടും ഈ വിഘ്നേശ്വരി എന്ന് പറയുന്ന കോളേജ് ഡയറക്ടർ ഇത് പരിശോധിക്കുന്നു. 44 പേരല്ലാതെ, നേരത്തെ തിരഞ്ഞെടുത്ത് ലിസ്റ്റ് തയ്യാറാക്കിയ 44 പേരല്ലാതെ ഒറ്റയാൾക്ക് പോലും യോഗ്യതയില്ല എന്നായിരുന്നു വിഘ്നേശ്വരിയുടെ നിലപാട്. പക്ഷേ ഈ
പ്രിൻസിപ്പൽമാർ ഈ 44 പേർക്ക് സെലക്ഷൻ കിട്ടിയവരെ നിയമിക്കാൻ സാധിച്ചില്ല ഇടതുപക്ഷ അധ്യാപക സംഘടനയുടെ എതിർപ്പ് കാരണം. അങ്ങനെ വന്നപ്പോൾ ആ ലിസ്റ്റിലുള്ള 8 പേർ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ കേസ് കൊടുത്തു. അങ്ങനെ 44 പേർക്കും പ്രിൻസിപ്പൽമാരായി നിയമനം കൊടുക്കാൻ ഉത്തരവ് കാറ്റ് നൽകുകയും ചെയ്തു. അതായത് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഉത്തരവ് കൊടുത്തു. ഇടതുപക്ഷ സംഘടനയുടെ എതിർപ്പ് കാരണം ഇതിനെതിരെ സർക്കാർ കോടതിയിൽ പോയി. കാറ്റിൻ്റെ ഉത്തരവിനെതിരെ സർക്കാർ കോടതിയിൽ പോകുന്നു. ലിസ്റ്റിലെ 44 പേരിൽ അന്ന് സർവീസിലുണ്ടായിരുന്ന 36 പേർക്ക് നിയമനം കൊടുക്കാൻ ട്രിബ്യൂണൽ അതിനിടയ്ക്ക് ഉത്തരവിട്ടു. കോടതിയിൽ അപ്പോൾ വേറെ കേസ് പോയിരിക്കുകയാണ്. കാരണം ഈ 44 പേരെ നിയമിക്കുന്നതിനെ സർക്കാർ കോടതിയിൽ വേറെ കേസുമായി പോകുന്നു. അപ്പോഴും ട്രിബ്യൂണലിൽ നിലനിന്ന കേസിൻ്റെ പ്രകാരം 36 പേർക്ക് 44 പേര് നിലവിലുണ്ടായിരുന്ന ലിസ്റ്റിലെ 36 പേരെ നിയമിക്കാൻ ഉത്തരവിട്ടു. കോടതിയിൽ നിലനിൽക്കുന്ന കേസിൻ്റെ അന്തിമ വിധി വരുന്നതുവരെ പ്രിൻസിപ്പലിൻ്റെ ശമ്പള സ്കെയിലിൽ താൽക്കാലികമായി ഈ 36 പേർക്കും നിയമനം കൊടുത്തു. 2021 ഓഗസ്റ്റിലാണ് ഈ 36 പേരെ പ്രിൻസിപ്പലായിട്ട് വിവിധ കോളേജുകൾ നിയമിച്ചത്. കേസിന് പോയ 8 അധ്യാപകർ, അതായത് കാറ്റിൽ കേസിന് പോയ 8 അധ്യാപകരെ എത്രത്തോളം ദൂരത്തോട്ട് വിടാമോ ഏറ്റവും വിദൂരമായതും എത്തപ്പെടാൻ ഏറ്റവും ദുഷ്കരമായിട്ടുള്ള മലയോര പ്രദേശങ്ങളിലെ കോളേജുകളിലാണ് നിയമിച്ചത്. ഈ സർക്കാരിൻ്റെ പ്രതികാര നടപടി കാരണം എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ പ്രമുഖ സർക്കാർ കോളേജുകൾ, അതായത് എറണാകുളം മഹാരാജാസ്, പാലക്കാട് വിക്ടോറിയ, തലശ്ശേരി ബ്രണ്ണൻ, കോട്ടയം ഗവൺമെൻറ് കോളേജ്, തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ്, തിരുവനന്തപുരം വിമൻസ് കോളേജ്, മടപ്പള്ളി ഗവൺമെൻറ് കോളേജ് തുടങ്ങിയ ഈ വലിയ കലാലയങ്ങൾ, പേരുകേട്ട കലാലയങ്ങൾ, സർക്കാരിൻ്റെ ഏറ്റവും പ്രശസ്തമായ കലാലയങ്ങളിൽ പ്രിൻസിപ്പൽമാർ ഇല്ലാതായി. 36 പേരെ തിരഞ്ഞെടുത്തതാണ്. 36 പേരെ തിരഞ്ഞെടുത്തപ്പോൾ അവരെ വേണമെങ്കിൽ ഇവിടെ നിയമിക്കാം. പക്ഷേ ഇവർ സർക്കാരിനെതിരെ കേസിന് പോയത് കാരണം, സർക്കാരിന് അനഭിമതരായത് കാരണം, ഇടത് അധ്യാപക സംഘടനകളിൽ പെട്ടവരല്ലാത്തത് കാരണം ഇവർക്കാർക്കും ഈ പ്രമുഖ കോളേജുകളിൽ നിയമനം കൊടുത്തില്ല. പിന്നെ എന്താണ് ഇവർ ചെയ്തതെന്ന് ചോദിച്ചാൽ, ഇവർ അവിടുത്തെ ഏറ്റവും മുതിർന്ന ഒരു അധ്യാപകർക്ക് പ്രിൻസിപ്പൽ ഇൻചാർജ് താൽക്കാലിക ചുമതല കൊടുത്തു. ഇതോടെ ഈ കോളേജുകളുടെ പ്രവർത്തനം സ്തംഭിച്ചു. കോട്ടയം ഗവൺമെൻറ് കോളേജിലുണ്ടായിരുന്ന ഒഴിവിലേക്ക് ആ പ്രിൻസിപ്പൽ ലിസ്റ്റ് ഉണ്ടായിരുന്ന 36 പേരിൽ പലരും നിയമനം ആവശ്യപ്പെട്ടിരുന്നു. തങ്ങൾക്ക് പോസ്റ്റിംഗ് അവിടെ വരണം എന്ന് അവർ അപേക്ഷ കൊടുത്തിരുന്നു. പക്ഷേ കൊടുത്തില്ലെന്ന് മാത്രമല്ല, പകരം അവിടുത്തെ ഫിസിക്സ് വിഭാഗത്തിലെ അധ്യാപകനായിട്ടുള്ള ഡോക്ടർ പ്രകാശിനെ പ്രിൻസിപ്പൽ ഇൻചാർജായിട്ട് നിയമിക്കുകയാണ് ചെയ്തത്. നേരത്തെ തിരഞ്ഞെടുക്കപ്പെട്ട ഈ 44 പേരുടെ ലിസ്റ്റിൽ ഉൾപ്പെടാതെ പോയ ആളാണ് ഡോക്ടർ പ്രകാശ്. ആദ്യം വന്ന 110 പേരെ ഇൻ്റർവ്യൂ ചെയ്തതിൽ 44 പേരെ തിരഞ്ഞെടുത്തതിൽ ഉൾപ്പെടാതെ പോയ ആളാണ്. ഈ 10 ഗവേഷണ പേപ്പറുകൾ ഇല്ലാത്തതിലാണ് അദ്ദേഹത്തെ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കിയത്. ഇടതുപക്ഷ സംഘടനയിൽപ്പെട്ട ആളായതിനാൽ അദ്ദേഹത്തെ കോട്ടയം ഗവൺമെൻറ് കോളേജിൽ ഇൻചാർജ്, അതായത് പ്രിൻസിപ്പലിൻ്റെ ചുമതല നൽകി നിയമിച്ചു എന്നാണ് പറയുന്നത്. ഇതോടെ A ഗ്രേഡ് ഉണ്ടായിരുന്ന കോളേജിന് നാക് അക്രഡിറ്റേഷൻ കിട്ടാതെ പോയി. ഇപ്പോഴും കോട്ടയം ഗവൺമെൻറ് കോളേജിന് നാക് അക്രഡിറ്റേഷൻ ഇല്ല. 2023 അവസാനമായപ്പോൾ വീണ്ടും ഒരു പ്രിൻസിപ്പൽ നിയമനത്തിന് ഗവൺമെൻറ് നോട്ടിഫിക്കേഷൻ ഇറക്കി. അതായത് ഒടുവിൽ ഈ നിയമിക്കപ്പെട്ട ഈ 36 പ്രിൻസിപ്പൽമാർക്കുള്ള ഒരു പണി എന്നുള്ള നിലയിലാണ് ഇവരിങ്ങനൊരു വിജ്ഞാപനം ഇറക്കിയത്. എന്നാൽ ഇവർ ഹൈക്കോടതിയെ സമീപിച്ചു. നിയമന പ്രക്രിയ കോടതി റദ്ദാക്കി. സർക്കാരിനൊരു വലിയ കനത്ത അടിയായിരുന്നു അത്. നിയമിക്കപ്പെട്ട പ്രിൻസിപ്പാൽമാരുടെ കേസിൽ അന്തിമ വിധി വരുന്നവരെ മറ്റൊരു നിയമന നടപടികളും പാടില്ലെന്ന് കോടതി ഉത്തരവിട്ടു. നമുക്കറിയാം 36 പേരെ നിയമിച്ച ആ നടപടിക്കെതിരെ സർക്കാർ തന്നെ കോടതിയെ സമീപിക്കുകയും ആ കേസ് കോടതിയിൽ നിലനിൽക്കുകയും ചെയ്യുമ്പോഴാണ് വീണ്ടും ഒരു പ്രിൻസിപ്പൽ നിയമനത്തിന് സർക്കാർ ഉത്തരവിടുന്നത്. ആ ഉത്തരവ് കോടതി റദ്ദാക്കി. അപ്പോൾ ഇതിനു മുൻപ് വേറൊരു പ്രിൻസിപ്പൽ ലിസ്റ്റും ഗവൺമെൻറ് നിയമവിരുദ്ധമായി ഇറക്കിയിരുന്നു. അതിന് വേറൊരു സെലക്ഷൻ കമ്മിറ്റിയെ വെച്ചു. ഈ കമ്മിറ്റിയിൽ വേണ്ടപ്പെട്ടവരെയും ഇടതുപക്ഷ സംഘടനക്കാരെയും ഉൾപ്പെടുത്തി 75 പേരുടെ ലിസ്റ്റാണ് ഇറക്കിയത്. ഒരു സെലക്ഷൻ കമ്മിറ്റി വെച്ച് ലിസ്റ്റ് ഇറക്കിയ ശേഷം വേറെ സെലക്ഷൻ കമ്മിറ്റി വെച്ച് ഇൻ്റർവ്യൂ ചെയ്ത് വീണ്ടും ലിസ്റ്റ് ഇടുന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് കോടതി അഭിപ്രായപ്പെട്ടു. ഈ 75 പേരുടെ ലിസ്റ്റും റദ്ദാക്കി. ഗവൺമെൻറ്റും അനുകൂല സംഘടനകളും പാർട്ടിക്കാരും പല പരാതികളും കേസുകളുമായിട്ട് മുന്നോട്ട് പോയി. അതിനാൽ തന്നെ പ്രിൻസിപ്പൽ നിയമനം നീണ്ടു. നിയമിക്കപ്പെട്ട പ്രിൻസിപ്പൽമാർ 36 പ്രിൻസിപ്പൽമാരും അവർ താൽക്കാലിക പ്രിൻസിപ്പൽമാരായിട്ട് തുടരുകയായിരുന്നു. കഴിഞ്ഞ വർഷം പകുതിയോടെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൻ്റെ അന്തിമ വിധി വന്നു. 2022 പ്രിൻസിപ്പൽ നിയമനത്തിന് അപേക്ഷിച്ച 110 പേരുടെ രേഖകൾ വീണ്ടും പരിശോധിക്കാൻ കോടതി ഉത്തരവിട്ടു. നിലവിൽ ഈ ലിസ്റ്റ് പ്രകാരം പ്രിൻസിപ്പലായി തുടരുന്ന 36 പേർ അവർ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കേണ്ടതില്ല എന്നും ഉത്തരവിലുണ്ടായിരുന്നു. അങ്ങനെ കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ പ്രിൻസിപ്പൽ നിയമനത്തിൻ്റെ ഇൻ്റർവ്യൂ നടത്തി 51 പേരുടെ ലിസ്റ്റ് ഇറക്കി. അത് PSCയുടെ അംഗീകാരം നേടി. വകുപ്പ് തല പ്രൊമോഷൻ കമ്മിറ്റി അംഗീകാരത്തിന് ശുപാർശ ചെയ്തു. എന്നാൽ ഈ ലിസ്റ്റിൽ അയോഗ്യരായ പലരും കടന്നുകൂടി എന്നൊരു പരാതി വന്നു. ഒരു ഗവൺമെൻറ് കോളേജ് പ്രിൻസിപ്പൽ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ വീണ്ടും കേസ് കൊടുത്തു. ഗവൺമെൻറ് ഒരു ഭാഗത്ത് വീഴ്ച ഉണ്ടായെന്ന് ആ പ്രിൻസിപ്പൽ തെളിയിച്ചു.
വീഴ്ചയുണ്ടായി എന്ന് ഗവൺമെൻറ്റിന് സമ്മതിക്കേണ്ടി വന്നു. അതോടെ ഈ 59 പേരുടെ പ്രിൻസിപ്പൽ നിയമന ലിസ്റ്റ് റദ്ദാക്കി. അപ്പോൾ ഈ ഗവേഷണ പേപ്പറുകളുടെയും അക്കാദമിക് സ്കോറിൻ്റെയും അടിസ്ഥാനത്തിലായിരുന്നു ലിസ്റ്റ് ഇറക്കിയത്. അങ്ങനെ തന്നെയാണ് അവർ വേണ്ടിയിരുന്നതും. പക്ഷേ ഈ വേണ്ടപ്പെട്ടവർക്ക് ഈ സ്കോർക്കാർ കൂടുതൽ ഇത് ഇട്ടുകൊടുത്തു. അത് മനസ്സിലായപ്പോഴാണ് കോടതി ഇടപെട്ട പുതിയ ലിസ്റ്റും റദ്ദാക്കേണ്ടി വന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി കഴിഞ്ഞ ഫെബ്രുവരിയിൽ പ്രിൻസിപ്പൽ നിയമനത്തിൻ്റെ പുതിയൊരു വിജ്ഞാപനം വന്നു. അപ്പോൾ ഫെബ്രുവരി 17, 18 തീയതികളിലായി തിരുവനന്തപുരത്ത് തൈക്കാട് ഗസ്റ്റ് ഹൗസിൽ ഇൻ്റർവ്യൂ നടത്തി. 17-നായിരുന്നു സർട്ടിഫിക്കറ്റ് പരിശോധന. 18 രാവിലെ 11 മുതൽ വൈകിട്ട് 5 വരെ 89 പേരെയാണ് ഇൻ്റർവ്യൂ ചെയ്ത്. ലോക റെക്കോർഡാണെന്ന് വേണമെങ്കിൽ പറയാം. അതായത് പ്രിൻസിപ്പൽ നിയമനത്തിന് ഉള്ള ഇൻ്റർവ്യൂ നടക്കുകയാണ്. 81 പേരെ ഒരു ദിവസം രാവിലെ 11 മണി തൊട്ട് വൈകിട്ട് 5 മണി വരെ ഇൻ്റർവ്യൂ ചെയ്യുന്നു. അതിനിടയിൽ ഉച്ചഭക്ഷണവും ചായ കൂടിയും ഒക്കെ ഉണ്ട്. ഈ സമയമൊക്കെ കഴിഞ്ഞു. അങ്ങനെ അതായത് വെറും 2-3 മിനിറ്റ് വെച്ചാണ് ഓരോരുത്തർക്കും ഇൻ്റർവ്യൂ കൊടുത്തത്. UGC നിഷ്കർഷിക്കാത്ത 5-6 ചോദ്യങ്ങളാണ് ഓരോരുത്തരും ചോദിച്ചത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓരോ ഉദ്യോഗാർത്ഥിക്കും മാർക്ക് ഇട്ടതും. എന്തായാലും ഇൻ്റർവ്യൂവിൻ്റെ മാർക്ക് മാത്രമായതുകൊണ്ട് ഇഷ്ടക്കാർക്കും ഇടത് സഹയാത്രികർക്കും ഭരണപക്ഷ സംഘടനകൾക്കും വാരിക്കോരി മാർക്ക് കൊടുത്തു. ഇൻ്റർവ്യൂവിൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ലിസ്റ്റ് ഇറക്കി വേണ്ടപ്പെട്ടവരെ പ്രിൻസിപ്പൽ ആക്കാനുള്ള അവസാനത്തെ ഒരു അടവായിരുന്നു, ഒരു തന്ത്രമായിരുന്നു ഇത്. വെറും ഒരു ഇൻ്റർവ്യൂ മാത്രം നടത്തി പ്രിൻസിപ്പൽ പോസ്റ്റിംഗ് നടത്തിയത് ഇടത് സഹയാത്രികരായിട്ടുള്ള അധ്യാപകരെ പ്രിൻസിപ്പൽ ആക്കാനുള്ള കിഴിഞ്ഞ ബുദ്ധിയുടെ ഭാഗമായിട്ടായിരുന്നു. ഇതിനു മുമ്പ് കഴിഞ്ഞ 2025 ഒക്ടോബറിൽ ഇറങ്ങിയ സ്കോർ അടിസ്ഥാനത്തിലുള്ള റാങ്ക് ലിസ്റ്റിൽ ഇല്ലാത്ത യോഗ്യരല്ലെന്ന് ഉറപ്പാക്കിയ 14 പേരും ഈ പുതിയ ലിസ്റ്റിൽ യോഗ്യരായി. മാത്രമല്ല സ്കോർ അടിസ്ഥാനത്തിലുള്ള ലിസ്റ്റിൽ യോഗ്യരല്ലെന്ന് കണ്ട് ഒഴിവാക്കിയ ആളാണ് ഫെബ്രുവരി 18 നടന്ന ഇൻ്റർവ്യൂവിൽ ഏറ്റവും യോഗ്യനായി മാറിയത്. ഇദ്ദേഹം 2022 ഇറങ്ങിയ 44 പേരുടെ ലിസ്റ്റിലും ഇല്ലായിരുന്നു. അപ്പം മുമ്പിറങ്ങിയ ഒരു പ്രിൻസിപ്പൽ ലിസ്റ്റിലും ഇല്ലാത്തതും ആ 2 പ്രാവശ്യം ഇൻ്റർവ്യൂ ബോർഡ് അയോഗ്യനെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത ആൾ ഇൻ്റർവ്യൂ മാത്രമുള്ള ലിസ്റ്റിൽ 1ാം റാങ്കുകാരനായി. കാരണം ഇൻ്റർവ്യൂ എന്ന പ്രഹസനത്തിൽ ഇദ്ദേഹത്തിന് മാർക്ക് വാരിക്കോരി കൊടുത്തു. അയോഗ്യനെന്ന് 2 ഇൻ്റർവ്യൂ ബോർഡ് കണ്ടെത്തിയ ഒരാൾ ഒറ്റ ഇൻ്റർവ്യൂയോടുകൂടി അതിൻ്റെ മാർക്കോടുകൂടി 1ാം റാങ്കുകാരനായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എത്രമാത്രം വഴിവിട്ട നീക്കങ്ങളാണ് ഇതിനകത്ത് നടന്നതെന്നുള്ളതിന് ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു വസ്തുതയാണിത്. 2022 ഇറങ്ങിയ 44 പേരുടെയും 2023 ഇറങ്ങിയ 75 പേരുടെയും 2025 ഇറങ്ങിയ 51 പേരുടെയും ലിസ്റ്റിൽ ഉണ്ടായിരുന്നതും യോഗ്യനാണെന്ന് ഇൻ്റർവ്യൂ ബോർഡ് തീരുമാനിക്കുകയും ചെയ്ത ധാരാളം പേര് ഈ കഴിഞ്ഞ മാർച്ച് 8 ഇറങ്ങിയ ലിസ്റ്റിലില്ല. അതായത് ഫെബ്രുവരി 18 ഇൻ്റർവ്യൂ നടത്തി മാർച്ച് 8 അർദ്ധരാത്രിയിൽ പുതിയ ലിസ്റ്റ് തയ്യാറാക്കി 9 പുലർച്ചെ 12:45 പ്രസിദ്ധീകരിച്ചു. 9 രാവിലെ അന്ന് രാവിലെ 7 നിയമന ഉത്തരവ് ഇറങ്ങി. വളരെ വിചിത്രമായ നടപടികളാണ്. ഒരു ലിസ്റ്റ് തയ്യാറാക്കിയാൽ ആ ലിസ്റ്റ് ഇറങ്ങി ഒരാഴ്ച കഴിഞ്ഞാണ് സാധാരണ നിയമന ഉത്തരവ് കൊടുക്കുന്നത്. പക്ഷേ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? മാർച്ച് 8 തീയതി രാത്രി ലിസ്റ്റ് ഉണ്ടാക്കുന്നു, 12:45 ഇവരുടെ ലിസ്റ്റ് പുറപ്പെടുവിക്കുന്നു, രാവിലെ 7 മണിക്കുള്ള നിയമനവും നൽകുന്നു. അപ്പോൾ ആരെങ്കിലും ലിസ്റ്റിനെതിരെ കോടതിയിൽ പോയി സ്റ്റേ വാങ്ങും എന്ന ചിന്തയിലാണ് ഒരു ഞായറാഴ്ച പുലർച്ചെ 12:45 ലിസ്റ്റ് ഇറക്കുന്നത്. ഈ പുതിയ ലിസ്റ്റിൽ 51 പേരുണ്ട്. 51 പേരുടെ പേരാണ് പുതിയ ലിസ്റ്റ് വന്നത്. പക്ഷേ അത് ലിസ്റ്റ് വന്നപ്പോഴേക്കും 18 പേർ വിരമിച്ചു. അതിനുശേഷം 33 പേർ മാർച്ച് 9 തന്നെ പ്രിൻസിപ്പൽമാരായി ചുമതലയേറ്റു. ഇതുവരെ ഇറങ്ങിയ യാതൊരു പ്രിൻസിപ്പൽ ലിസ്റ്റിലും ഇല്ലാത്ത ചിലർ പുതിയ ലിസ്റ്റിൽ യോഗ്യരായി. ഈ നേരത്തെ വന്ന 3 ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ചിലർ അയോഗ്യരുമായി. 2022 അപേക്ഷിച്ചിരുന്ന 110 പേരെ ഇൻ്റർവ്യൂ ചെയ്താണ് എല്ലാ റാങ്ക് ലിസ്റ്റും ഉണ്ടാക്കിയത്. അതിൽ 44 പേരെ ലിസ്റ്റ് ആദ്യം, അതിൽ 36 പേരെ നിയമിക്കുന്നു, വീണ്ടും ഇൻ്റർവ്യൂ നടത്തുന്നു, 75 പേരെ എടുക്കുന്നു. ആ 75 പേരെ ലിസ്റ്റ് കോടതി റദ്ദ് ചെയ്യുന്നു. അതിനുശേഷം ഇപ്പം നടന്നതിനകത്താണ് ഈ 51 പേരെ എടുക്കുന്നത്. അവർ അതിൽ റിട്ടയർ ചെയ്തവരെ ഒഴിച്ച് ബാക്കി 33 പേരെ നിയമിച്ചു എന്നുള്ളതാണ് കാര്യം. അവസാനം സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ 44 പേരിൽ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഏറ്റവും യോഗ്യരായ പലരും പുതിയ ലിസ്റ്റിൽ നിന്ന് ഔട്ടായി. 2022 44 പേരുടെ ലിസ്റ്റ് ഇറങ്ങും മുമ്പേ 67 പേരുടെ ഒരു ലിസ്റ്റ് ഇറങ്ങിയിരുന്നു. അതിലുള്ള 23 പേരെ പറ്റി പരാതി വന്നു. 23 പേർ അവരുടെ ഗവേഷണ പേപ്പറുകൾ തീയതി മാറ്റി PDF ആക്കിയതാണെന്ന് പരാതി. അന്നത്തെ കോളേജ് ഡയറക്ടർ വിഘ്നേശ്വരി ഒരു കമ്മിറ്റിയെ നിയോഗിച്ചു ഇക്കാര്യം പഠിക്കാൻ. അങ്ങനെ 23 പേരുടെ വ്യാജ പേപ്പറുകൾ കണ്ടെത്തി. ഈ 23 പേരെ അന്ന് ആകെ എടുത്ത 67 പേരെ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കിയാണ് അന്ന് 44 പേരുടെ പട്ടിക തയ്യാറാക്കിയത്. അന്ന് വ്യാജ പേപ്പർ കാണിച്ച് അയോഗ്യരായ ഈ 23 പേരിൽ മിക്കവരും ഏറ്റവും അവസാനം മാർച്ച് 8 ഇറങ്ങിയ ലിസ്റ്റിൽ യോഗ്യരായിട്ടുണ്ട്. അതാണ് ഏറ്റവും ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യം. വ്യാജ പേപ്പർ കാണിച്ച്
അയോഗ്യരായി പോയവർ ഈ മാർച്ച് 8-ന് ഇറങ്ങിയ ലിസ്റ്റിൽ വേറെ ഒരു ഇൻ്റർവ്യൂവിന് നടത്തി അതിൽ നിന്ന് എടുത്ത മാർക്കിൻ്റെ ലിസ്റ്റ്, ആ മാർക്ക് ലിസ്റ്റ് പ്രകാരമുള്ള നിയമനത്തിൽ ഈ ലിസ്റ്റിൽ കടന്നുകൂടി അവരെ എല്ലാം നിയമിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അന്ന് തങ്ങളെ അയോഗ്യത കൽപ്പിച്ചതിനെതിരെ 2022 23 പേര്, അതായത് വ്യാജ പേപ്പർ തയ്യാറാക്കിയെന്ന് പറയുന്ന 23 പേര് പല പ്രാവശ്യം കോടതിയെ സമീപിച്ചു, പല പ്രാവശ്യം കോളേജിയറ്റ് ഡയറക്ടറെ സമീപിച്ചു. പക്ഷേ ഇവർ അയോഗ്യരാണെന്ന് തന്നെ കോളേജിയറ്റ് ഡയറക്ടറും തീർത്തു പറഞ്ഞു. അങ്ങനെ അന്ന് യോഗ്യതയുള്ള 36 പേരുടെ നിയമനം നടന്നത്. ഇപ്പോൾ ഈ വഴിവിട്ട് നടന്ന പ്രിൻസിപ്പൽ പ്രൊമോഷൻ ലിസ്റ്റിൽ ഈ വലിയ അപാകതകൾ കടന്നുകൂടിയിട്ടുണ്ട്. അതായത് UGCയുടെ ചട്ടം ലംഘിച്ചിട്ടുണ്ട്, കോടതിയുടെ ഉത്തരവ് ലംഘിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഇൻ്റർവ്യൂ ലിസ്റ്റ് തയ്യാറാക്കുന്നതിന് മുമ്പ് പ്രൊസീഡിങ്സ് ഇറക്കണം എന്നുള്ളതാണ്. ഈ പ്രൊസീഡിങ്സ് ഇറക്കുന്നില്ലെങ്കിൽ ഈ ലിസ്റ്റിന് അംഗീകാരമില്ലെന്നാണ് ചട്ടം. അതുപോലെ തന്നെ ഇൻ്റർവ്യൂവിൻ്റെ സെലക്ഷൻ കമ്മിറ്റിയിൽ ആൾമാറാട്ടം നടന്നു എന്ന് പരാതി ഉയർന്നിട്ടുണ്ട്. സെലക്ഷൻ കമ്മിറ്റിയിൽ ഉൾപ്പെടുമെന്ന് പറഞ്ഞ് ഗവൺമെൻറ് ഇറക്കിയ ഉത്തരവിൽ പറയുന്ന വ്യക്തികളല്ല മിക്ക വിഷയങ്ങളുടെയും ഇൻ്റർവ്യൂവിന് വന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് എന്ന് ചോദിച്ചാൽ 2022 പ്രിൻസിപ്പൽ പോസ്റ്റിലേക്ക് അപേക്ഷിച്ച ആകെ ഉണ്ടായിരുന്ന 110 പേരുടെ റിസർച്ച് പേപ്പറുകളും മറ്റ് രേഖകളും മാത്രമാണ് എല്ലാ ഇൻ്റർവ്യൂവിലും പരിശോധിച്ചത്. UGC കെയർ ലിസ്റ്റഡ് ജേർണലുകളിലെ ഗവേഷണ പേപ്പറുകളാണെന്ന് പരിഗണിച്ചത്. എന്നാൽ ഇക്കുറി UGC കെയർ ലിസ്റ്റഡ് അല്ലാത്ത ജേർണലുകളിലെ ഗവേഷണ പേപ്പറുകളും സ്വീകരിച്ചു. അതിനായി 2022 ശേഷം ചില പുതിയ ഉത്തരവ് സർക്കാർ ഇറക്കി. ഈ ഉത്തരവുകൾ അംഗീകരിക്കാൻ കഴിയില്ലെന്നും 2022 മാനദണ്ഡം നോക്കി മാത്രം ഗവേഷണ പേപ്പറുകൾ സ്വീകരിക്കണമെന്നും കോടതിയുടെ ഉത്തരവുണ്ട്. എന്നാൽ അവസാനം ഇറക്കിയ 51 പേരുടെ 2 പ്രിൻസിപ്പൽ ലിസ്റ്റിലും മുകളിൽ പറഞ്ഞ കോടതി വിധി ഗവൺമെൻറ് മാനിച്ചിട്ടില്ല. കോളേജ് ജേർണലുകളിലും കോളേജ് മാഗസിനിലും മറ്റു ലോക്കൽ പ്രസിദ്ധീകരണങ്ങളും എഴുതി കൂട്ടിയ രചനകൾ ഗവേഷണ പേപ്പറുകളായി ഗവൺമെൻറ് സ്വീകരിച്ചാണ് പ്രിൻസിപ്പൽ ലിസ്റ്റിൽ ക്രമക്കേട് നടത്തിയിരിക്കുന്നത്. ഓർക്കണം, ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് തങ്ങൾക്ക് വേണ്ടപ്പെട്ട സഖാക്കളെ, തങ്ങളുടെ സഹയാത്രികരെ തിരുകാനുള്ള ആ ഒരു വ്യഗ്രത നമ്മുടെ കുട്ടികളുടെയൊക്കെ ഭാവി എവിടെ ചെന്ന് നിൽക്കും എന്ന് മാത്രമാണ് ചോദിക്കാനുള്ളത്.